നമുക്ക് പെരുമ്പാവൂരിലേക്ക് പോയാൽ അവിടെ കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയ എൽദോസ് കുന്നപ്പള്ളി ഇതാ അനുനയത്തിന് വഴങ്ങിയിരിക്കുന്നു. കോൺഗ്രസായി പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നു. പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കുകയാണ്. പെരുമ്പാവൂർ ഒക്കലിലെ മണ്ഡലം കൺവെൻഷനിലാണ് എൽദോസ് കുന്നപ്പള്ളി പങ്കെടുക്കുന്നത്. ഷബാസ് അഹമ്മദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഷബാസ്, ഒടുവിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ പരിഭവം എല്ലാം തീർന്നു. അദ്ദേഹം മനോജ് മൂത്തേടനായി പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നു. പക്ഷേ മുഖത്ത് മുൻപത്തെ അത്ര ചിരിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. തീർച്ചയായും വിനീത, പരിഭവമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടനായി പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയായിരുന്നു. അല്പനേരം മുമ്പ് ഒക്കലിൽ നടന്ന മണ്ഡലം കൺവെൻഷനിലാണ് അദ്ദേഹം പങ്കെടുത്ത് സംസാരിച്ചത്. നമുക്കറിയാം, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന് ഏറ്റവും പ്രതിസന്ധിയിലായി കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഒരു മണ്ഡലമായിരുന്നു പെരുമ്പാവൂരിലെ ആ സ്ഥാനാർത്ഥിയുടെ പേര് വന്നപ്പോൾ അതിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് വെട്ടിയായിരുന്നു മനോജ് മൂത്തേടനെ UDF സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി ആ പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും പ്രതികരണങ്ങളും ഒക്കെ എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്ത് നിന്നും വന്നിരുന്നു. എൽദോസിനായി ഒരു വിഭാഗം ആളുകൾ പരസ്യമായി പ്രകടനവുമായി വരെ രംഗത്തെത്തിയിരുന്നു. എൽദോസ് കുന്നപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നായിരുന്നു അവർ ആവശ്യം ഉന്നയിച്ചിരുന്നത്. ഒപ്പം എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്രരായി മത്സരിക്കാനും ചില നീക്കങ്ങൾ ഇതിനിടയിൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു അനുനയത്തിലേക്ക് കടക്കുകയും പിന്നീട് എൽദോസ് കുന്നപ്പള്ളി പരിഭവം വെടിഞ്ഞുകൊണ്ട് പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത്. KC വേണുഗോപാലും AK ആന്റണി അടക്കമുള്ള നേതാക്കളെ കണ്ട് തിരിച്ചു മണ്ഡലത്തിലേക്ക് എത്തിയ ഉടൻ തന്നെയാണ് ഇപ്പോൾ മനോജ് മൂത്തേടന്റെ പ്രചാരണത്തിനായി എൽദോസ് കുന്നപ്പള്ളി നേരിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. മണ്ഡലം കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് എല്ലാവിധ പിന്തുണയും മനോജ് മൂത്തേടൻ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ട്. ഒപ്പം മനോജ് മൂത്തേടന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനെ അദ്ദേഹം 100% പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയുള്ള എല്ലാ ദിവസവും പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനായി അദ്ദേഹം ഉണ്ടാവും. ഒപ്പം മൂത്തേടനുമായും പാർട്ടിയുമായും അദ്ദേഹത്തിന് ഒരു പരിഭവമില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ എൽദോസ് കുന്നപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. വിനീത, ശരി, ഏതായാലും എൽദോസ് കുന്നപ്പള്ളി കോൺഗ്രസിനായി പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നതെന്നാണ്. പെരുമ്പാവൂരിൽ ആശങ്കയൊഴിയുന്നു.